ഇന്നത്തെ ഒരു നേർത്ത പകലിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. നേരം വെളുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ. റോട്ടിൽ വണ്ടികളുടെ തിരക്ക് കൂടി. വെളിച്ചം വെക്കുന്നതോടുകൂടെ നടക്കാനും ആളുകൾ ഇറങ്ങിത്തുടങ്ങി. ഇന്ന് ഞാനും നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പുലരിമഞ്ഞിൻ്റെയോ പ്രകൃതി രമണീയതയുടെയോ കാഴ്ച പറയാനില്ലെങ്കിലും ഇവിടെ പ്രവാസികളായ പാവം മനുഷ്യരുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. നാടും വീടും മക്കളെയൊക്കെ വിട്ട് വന്ന് ഒരുപാട് ആഗ്രഹങ്ങളുള്ളിലൊതുക്കി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയപ്പെടുത്തിയ പാവപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ കഥകളുണ്ട് ഈ മണ്ണിന് പറയാൻ. വലിയ വലിയ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് ഒന്ന് പ്രവാസിയായി പോയാൽ ഇവിടെ വന്ന് വർഷങ്ങളോളം കഷ്ടപ്പെടുമ്പോൾ നാട്ടിലേക്ക് ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം ഇങ്ങനെ വീണ് കിട്ടുന്ന കുറഞ്ഞ ദിവസങ്ങളിൽ പ്രവാസികൾ ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുമ്പോൾ അസൂയയോടെ നോക്കിക്കാണുന്ന നാട്ടുകാരും ഉണ്ട് കേട്ടോ. എടുത്താൽ പൊങ്ങാത്ത കാശും സ്വത്തൊക്കെ ഉണ്ടായിട്ടും പുറത്തു പോയി അധ്വാനിക്കുന്നവരുണ്ട്. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ചിലർക്ക് എത്ര കാശുണ്ടായാലും നാട്ടിൽ പോയി സെറ്റിലാവാൻ കഴിയാത്ത ആളുകളുണ്ട്. വിദേശത്ത് തന്നെ ജനിച്ച് വളർന്ന മക്കൾക്കൊന്നും ഒരിക്കലും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാൻ ഇടയില്ല. നടത്തൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ കാലിച്ചായയിലേക്ക് ഇതാ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മുടെ പൂക്കിൻ്റെ ഈ ഒരു ക്രീം അതും ജാമും കൂടെ പുരട്ടിയിട്ടാണ് ഞാൻ. ഇവിടെ ആകുമ്പോൾ നമ്മൾ ബോട്ടിൽ ജാം അല്ലാതെ കിലോ തൂക്കി വാങ്ങുന്ന 1/2 കിലോന് 1/4 കിലോന് അങ്ങനെയൊക്കെ വാങ്ങുന്ന ഈ ഒരു ജാമിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതിലേക്കുണ്ടല്ലോ പുതിനയുടെ ലീഫ് ഇട്ട് കട്ടൻ ചായയും ലൈറ്റ് കട്ടൻ ചായ ഭയങ്കര ടേസ്റ്റാണ് പുതിനയുടെ ലീഫ് ഇടും. ഇങ്ങനെ ചായ ഉണ്ടാക്കി വെച്ച് വിശദമായിട്ട് ഓരോന്നും കണ്ടും ചിരിച്ചും ചിന്തിച്ചും ഒക്കെ ആയുള്ള ചായ കൂടി. ഇത്രയും ഫ്രീ ആയിട്ടുള്ളൊരു ടൈം നാട്ടിലെത്തിയാൽ കിട്ടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ്റെ ടൈമുമാണ്, നേരത്തെ എണീക്കേണ്ട ആവശ്യവുമില്ല. എന്തായാലും വെക്കേഷൻ തീരുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും നാട്ടിലെത്തണമെന്ന് ഒരാഗ്രഹമുണ്ട്. കാരണം ഒരു നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് ഒരാഴ്ച മുമ്പ് നാട്ടിലെത്തണം. ചായയുടെ കഴിഞ്ഞ് പിന്നെ ബെഡ് സെറ്റ് ചെയ്തിടലാണ് കേട്ടോ. അത് ഇവിടെ ആയാലും നാട്ടിലായാലും പെട്ടെന്ന് ബെഡ് സെറ്റ് ചെയ്തിടാൻ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് വാടകയ്ക്ക് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിലും റൂം സെറ്റാക്കി എനിക്കിടണം. ബെഡൊക്കെ ഞാൻ ഇല്ലെങ്കിലും മക്കൾ സെറ്റാക്കിയിടും. അപ്പോൾ ഇന്ന് ഞാൻ അവരെണീക്കുന്നതിന് മുമ്പ് ബെഡ് സെറ്റാക്കിയിട്ടു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ ബെഡ് സെറ്റിങ്സ്. ബെഡ് സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി കർട്ടൻ ഒന്ന് നീക്കി അകത്തേക്കൊന്ന് വെളിച്ചം കയറ്റി വിടണം. ഓരോ സാധനങ്ങളും ഇനി അടുക്കിപ്പെറുക്കി അത് അതിൻ്റെ മൂലയിൽ വെക്കണം. ഇന്നലെ പർച്ചേസിങ് കഴിഞ്ഞ് വന്നപ്പോൾ കാർട്ടൂൺ പെട്ടിയിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതാ സോഫയിലൊക്കെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഓരോ ദിവസം രാവിലെ നമ്മൾ സെറ്റാക്കി വൃത്തിയാക്കിയിടും. പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഒരുപാട് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും. ഏറ്റവും കൂടുതൽ നന്നാക്കാനും സെറ്റ് ചെയ്തിടാനുണ്ടാവുക ഹാളിലാണ് കേട്ടോ. ഹാളിൽ ഈ ഒരു മേശയാണ് ഏറ്റവും വൃത്തികേടായിട്ട് കിടക്കുക. ഇവിടെ ഫോണും അതുപോലെ ക്രീം പൗഡർ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവും. സൈന് രാത്രി വരെ ചിത്രം വരച്ച സ്ലേറ്റും ഒക്കെ ആ ഭാഗത്തുണ്ട്. പരാതിയൊന്നും പറയാതെ തന്നെ ചെറിയ മോള് വൃത്തിയാക്കുന്നുണ്ട് ബാക്കിയെല്ലാം. ഇവിടെ ഈ ഒരു ലൈറ്റ് മോള് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ക്ലീനാക്കി വെച്ചു. എല്ലാ പണികളും രാവിലെ ചെയ്ത് അങ്ങ് തീർത്ത് വെച്ചാൽ പിന്നെ നമുക്ക് പണികളൊന്നുമില്ലല്ലോ. ഇനിയുള്ളത് ഇതാ അയലിലിട്ട് ഡ്രസ്സൊക്കെ മടക്കി വെക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെ ഡ്രസ്സ് ഓരോരുത്തരുടെ കയ്യിൽ കൊടുത്താൽ അവരവരുടെ ഭാഗത്ത് സേഫായിട്ട് വെച്ചോളും. ചില സമയങ്ങളിൽ നമുക്ക് അയലിലിടാൻ മുകളിലേക്ക് പോകാൻ മടിയുള്ളപ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡിൽ നമ്മൾ തോർത്തിടുന്നത്. ഇനിയിപ്പോൾ സെറ്റാക്കാനുള്ളത് നമുക്ക് ഈ ഒരു റൂമാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരാൾ താഴെയാണ് കിടക്കുക. ബെഡ് വിരിച്ചത് നേരെ ഒരു സൈഡിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ ഇവിടെ അലങ്കോലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അടിപൊളിയായിട്ടൊന്നും സെറ്റ് ചെയ്യണില്ല, ഒരു നോർമൽ സെറ്റിങ്സേ ഉള്ളൂ ഇവിടെ നിന്ന്. അതൊക്കെ കഴിഞ്ഞ് വേസ്റ്റ് ഇടാൻ പോയ സമയത്താണ് കേട്ടോ ഇങ്ങനെ ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ. ഇവിടെ പുറത്തൊരു മേശയുണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ്
അത്രയും ഭംഗിയായിട്ട് ഉറങ്ങുന്നത്. ആൾ വീഡിയോ എടുക്കുന്നതൊന്നും അറിയുന്നില്ല. ഇനി ഇതിനോടൊപ്പം ചേർക്കുന്നത് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു വീഡിയോ ആണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിലൂടെ നമ്മുടെ കാറും നീങ്ങിക്കൊണ്ടിരുന്നു. ശരിക്കും ഈ കറക്കത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഓരോ ബിൽഡിങ്ങുകളും അതിനുള്ളിൽ ഓരോ റൂമും അതിനുള്ളിൽ കിടക്കുന്ന ഓരോരുത്തരുടെ ഹൃദയവും എടുത്ത് നോക്കിയാൽ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ടാവും. കുട്ടികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നു കളിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളെ നോക്കിയിട്ട് കളിയാക്കി പറയുന്നുണ്ട്, ഉമ്മ കണ്ടൻറ്റ് തപ്പാണ്, ഉമ്മക്ക് നാളേക്കുള്ള വീഡിയോക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വീഡിയോക്കുള്ള കാര്യങ്ങളൊന്നുമല്ല ആലോചിച്ചിരുന്നത്. ഒരുപാട് കാലം 26 വർഷം നമ്മൾ ഈ പ്രവാസ മണ്ണിൽ ചിലവഴിച്ചിട്ടുണ്ട്. അന്ന് തോന്നാത്തൊരു ഫീലിംഗ് ഒക്കെയാണ് നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സൂക്കിലൂടെ നടക്കുക കേട്ടോ. ഓരോ സൂക്കിലും ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒരുപാട് സാമഗ്രികളുണ്ട്. റിയാദ് ബത്തേരിയുടെ ഉള്ളേരിയ തന്നെ ഒരു തിക്കും തിരക്കും പിടിച്ച ഏരിയയാണ്. നേരം വൈകിയൊന്നും നമുക്ക് ഈ സൂക്കിലേക്ക് വരാൻ പറ്റില്ല, അത്രക്കും തിരക്കും ഒക്കെ ആയിരിക്കും. ഇപ്പം നമ്മളിതാ ഒറ്റയ്ക്കിങ്ങനെ ഞങ്ങളിത് അവിടെ നിന്ന് കുറച്ച് നൈറ്റിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്നുള്ളതും പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഇതുപോലെ സാധനങ്ങളും ഒക്കെ വാങ്ങണം. പിന്നെ അതിനോടൊപ്പം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ജിദ്ദയിൽ പോയപ്പോൾ കടപ്പുറത്ത് പോയ വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസും ചായയൊക്കെ കുടിച്ചു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. ഇവർക്ക് നമ്മളിത് പൊരിച്ചു കൊടുത്താലും പുറത്ത് പോയിട്ട് ഫ്രഞ്ച് ഫ്രൈസും ഇത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസുമാണ് ഇവരുടെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഭക്ഷണം. കാഴ്ചകൾ ഇനിയും നമുക്ക് ഒരുപാട് ബാക്കിയുണ്ട്. അപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ ഞാൻ പോകുന്ന സമയത്ത് എടുത്ത് വീഡിയോ വെച്ചിട്ടുണ്ട്. ആ ഒരു വീഡിയോകളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സൗദി അറേബ്യയിൽ നിന്ന് വേറിട്ട് പോവോളം നമുക്ക് ഇതുപോലത്തെ വീഡിയോസുകളൊക്കെ തന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഒരു കമൻറ്റും എഴുതിയിടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ടും സഹകരണമൊക്കെ എപ്പോഴും വേണം കേട്ടോ. ഓക്കെ, ബൈ.